ക്ലാസ് ഹിന്ദിയിലേക്ക് സ്വാഗതം. മക്കളെ, നമുക്ക് +1 ക്ലാസ്സിലെ ഫസ്റ്റ് യൂണിറ്റ് ആയിരുന്നു ആനന്ദ്ക്ക് ഫുൽച്ചടിയാം. അത് എഴുതിയത് ആനന്ദ് ഗോപാൽ ഷെവടെ. അദ്ദേഹത്തിൻ്റെ നിബന്ധമായിരുന്നു പാഠഭാഗം. ആനന്ദ് ഗോപാൽ ഷെവടെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതാണ്. അതിൻ്റെ സെക്കൻഡ് പാർട്ട് നമുക്ക് നോക്കാം. 5 സ്റ്റോറികളാണ്. അതിലെ 3 സ്റ്റോറി കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. അത് ആ ക്ലാസ് ആ വീഡിയോയും കൂടി കേൾക്കണമെന്നെങ്കിൽ ഇത് നമുക്ക് മനസ്സിലാവുള്ളൂ. ഇത് ബാക്കിയല്ലേ ഇത്. അതുകൊണ്ട് അത് കണ്ടതിന് ശേഷം ഇതുകൂടി കാണുമോ? ഓക്കെ. കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ച് നിർത്തിയത് ഏതായിരുന്നു? ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ്റെ കഥയായിരുന്നു. ഇന്ന് നമുക്ക് നോക്കാം. അപ്പനെ കാം സേ ഏക് ബാർ മുംബൈ ജാ രഹാ ഥാ. ലേഖകൻ അദ്ദേഹത്തിൻ്റെ ജോലിയോടെ അനുബന്ധിച്ച് ഒരു പ്രാവശ്യം ഒരിക്കലെ ബോംബെക്ക് പോവുക ആയിരുന്നു. ലഡായിക്ക് കാരൻ കമ്പനിനെ ഗാഡിയോं की संख्या कम कर दी थी, इसलिए भीड़ खूब रहती थी. കമ്പനി ലഡായി എന്ന് വെച്ചാൽ യുദ്ധമാണ്. യുദ്ധകാരണത്താൽ കമ്പനികൾ വണ്ടികളുടെ സംഖ്യ കുറച്ചു. അതിനാൽ ഭീഡ് ജനസംഖ്യ കൂടുതലായിരുന്നു. വെച്ചാൽ ജനക്കൂട്ടം ആൾക്കൂട്ടം കൂടുതൽ ആയിരുന്നു. ഭീഡ് എന്ന് വെച്ചാൽ ജനക്കൂട്ടം കേട്ടോ, അത് കൂടുതലായിരുന്നു. ടിക്കറ്റ് ലേനെ കെ ലിയെ ബാക്ക യഥാ ചീന ചപാടി ഹോത്തീതി. ടിക്കറ്റ് എടുക്കുന്നിടത്തെ നിയമം ലംഘിച്ച് ആൾക്കാരെന്ത് ചെയ്തു? വഴക്കിടാൻ തുടങ്ങി. ആൾക്കാരുടെ എണ്ണം കൂടിയപ്പോഴേ നിയമം പോലും ലംഘിച്ച് ജനങ്ങൾ വഴക്കിടാൻ തുടങ്ങി. കിഡ്കിക്ക് പാസെ ഭീഡ് ലഗി ഹുയിതി. കിഡ്ക്കി എന്ന് വെച്ചാൽ ജനലാണ്. ജനലിൻ്റെ അരികിലെ ജനക്കൂട്ടം ഉണ്ടായിരുന്നു. ടിക്കറ്റ് ബാബു ബേച്ചാരെ പരേശാനി സേ ടിക്കറ്റ് ബനാത്തെ ജാത്തെ ദേ. ടിക്കറ്റ് ബാബു ബേച്ചാരെ പാവം ആകുലതയോടെ ടിക്കറ്റ് നൽകിക്കൊണ്ടേ ഇരുന്നു. ലേക്കിൻ എന്നാൽ ഉസേ ചോട്ടി സി കിഡ്ക്കി മേ ന ജാനെ കിത്തനെ. എന്നാൽ ആ ചെറിയ കിഡ്ക്കിയിലൂടെ അറിയില്ല കിത്തന എത്രയോ. ഹാത്തെ കുസ് രഹേദേ. കൈകളാണ് കുസ്നാന്ന് വെച്ചാൽ കടക്ക്, ഹാത്ത് കയ്യെ. എത്രയോ കൈകളാണ് കിഡ്ക്കി വഴി കടന്നു വരുന്നത് എന്നറിയില്ല. അവർ നജാനെ കിത്തനി ആവാസേ ആ രഹീദേ. അറിയില്ല എത്രയോ ശബ്ദങ്ങൾ വന്നുകൊണ്ടേ ഇരിക്കുന്നു. ടിക്കറ്റ് അമരാവതി. ചില ആൾക്കാർ പറഞ്ഞു 2 ടിക്കറ്റ്. എവിടേക്കാണ്? അമരാവതി. ബാബു സാഹബ് ബാബു 3.5 അഗോല. ബാബു 3.5 എന്ന് വെച്ചാൽ 3.5 ടിക്കറ്റ് അഗോലയ്ക്ക്. ജൽദി ദേന, വേഗം വേണം. അരേ ഗാഡി തോ ചുടി ജാ രഹി ഹേ. അല്ലെങ്കിൽ എന്ത് ചെയ്യും? വണ്ടി വിട്ടു പോവുകയും ചെയ്യും. ബാബു നാസിക് കാ ഏക് ടിക്കറ്റ്. ബാബു നാസിക്കിലേക്കുള്ള 1 ടിക്കറ്റ് എന്ന്. പിന്നെ ആൾക്കാരുടെ ബഹളമാണ്. അവർക്ക് പല സ്ഥലങ്ങളിലേക്ക് പോകണം. അതിന് വേണ്ടുന്ന ടിക്കറ്റാണ് ചോദിക്കുന്നത്. ടഹരോ ടിക്കറ്റ് ബാബു കഹത്തെ ജാ രഹേദേ. നിൽക്ക് എന്ന ടിക്കറ്റ് ബാബു പറയുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഒരാൾ തന്നെയല്ല ഉള്ളൂ. അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു നിൽക്ക് തരാം എന്ന്. और पसीना पोंजते एक आदमी को निपटाते जा रहे थे और उधर गाड़ी आने का वक्त हो रहा था. പസീന വിയർപ്പെ പോഞ്ചിന തുടയ്ക്കുക, നിബട്ടാത്തെ നിറവേറുക. അദ്ദേഹം എന്ത് ചെയ്തു? വിയർപ്പൊക്കെ തുടച്ചിട്ട് ഓരോ ആൾക്കാർക്കും ടിക്കറ്റ് കൊടുക്കാനുള്ള ജോലി, അദ്ദേഹത്തിൻ്റെ ആ ജോലി നിറവേറിക്കൊണ്ടേ ഇരുന്നു. അപ്പോഴേക്കും അവിടെ വണ്ടിക്കുള്ള ഭക്തെ സമയം ആയിക്കൊണ്ടിരുന്നു. ലോകോങ്ക ധീരജ് ചൂട്ട്നെ ലഗ. ധീരജ് എന്ന് വെച്ചാൽ ധൈര്യം. ജനങ്ങളുടെ ധൈര്യം എന്ത് ചെയ്തു? നശിക്കാൻ തുടങ്ങി. താനെ കശി ശുരുഹി. താനെ കശി എന്ന് വെച്ചാൽ പരിഹാസം ആരംഭിച്ചു ജനങ്ങൾ. അരേ ഭയ്യ. ഒരാൾ പറയാണ് അരേ ഭയ്യ ദക്ഷിണ ചടാവോ തബ് ജൽദി ടിക്കറ്റ് മിലേഗ. ദക്ഷിണ കൊടുത്താൽ, അതായത് കൈക്കൂലി കൊടുത്താൽ വേഗം ടിക്കറ്റ് കിട്ടും എന്നൊരാൾ പറഞ്ഞു. ഏക് ബോലെ ബഡി ഇന്നഫിഷ്യൻസി ഹേ ഏക് സൂട്ട് പഹനെ ഹുയെ സാഹബ് നെ ഫർമായ. സൂട്ടിട്ട ഒരാൾ പറഞ്ഞു, അയാളെ കളിയാക്കിക്കൊണ്ട് പറയുകയാണ് ഇയാൾ ഇൻഎഫിഷ്യൻസി ആണ് എന്ന് പറഞ്ഞു. അടുത്ത നോക്കിയേ. ഹം സ്റ്റേഷൻ മാസ്റ്റർ സെ ശിക്കായത്ത് കരെ തീസരനെ തമക്കാന ഭീഷണിപ്പെടുത്തുക. ശിക്കായത്ത് പരാതി. മറ്റൊരാൾ പറയാണ് ഞങ്ങൾ ചെന്ന് സ്റ്റേഷൻ മാസ്റ്റർ അടുക്കൽ എന്ത് ചെയ്യും? പരാതിപ്പെടും എന്ന് പറഞ്ഞു. लेकिन टिकट बाबू इन बातों को अनसुना करके अपना काम करते रहे. എന്നാൽ ടിക്കറ്റ് ബാബു ഈ കാര്യങ്ങൾ കേട്ടും കേൾക്കാതെയും അയാളുടെ ജോലികൾ തുടർന്നുകൊണ്ടേ ഇരുന്നു. കഫി നാരാസ് ഹോ ജാത്തെ തോ അപ്പനി നാരാസ് ഹി ജോ താനെ കസേ രഹേദേ. ഇടയ്ക്കിടയ്ക്ക് അയാൾക്ക് നാരാസ്, ദേഷ്യം ഉണ്ടായി. ആ ദേഷ്യം ഉണ്ടാകാനുള്ള കാരണം ഈ പരിഹാസം നിറഞ്ഞ വാക്കുകൾ തന്നെ ആയിരുന്നു. ഉന്നെ ടിക്കറ്റ് ദേർ സേ ദേക്കർ നികൽനേക്ക് കോശിഷ് കർനെ ലഗേ. കോശിഷ് കർണ പരിശ്രമിക്കുക. അയാൾ വേഗത്തിൽ ടിക്കറ്റ് കൊടുക്കാൻ പരിശ്രമിച്ചുകൊണ്ടേ ഇരുന്നു. മെയിം പാസ് ഹി കടാദ. എന്ന് വെച്ചാൽ ലേഖകൻ അരികിൽ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. ടിക്കറ്റ് ലേന ബാക്കി ഹീ ഥാ. ടിക്കറ്റ് എടുക്കാൻ ബാക്കി ആൾക്കാർ ഒരുപാട് ഉണ്ടായിരുന്നു. मैंने अपने पास के मुसाफिरों
ഹംസെ ധീരെ സെ കഹ, ഞാൻ എൻ്റെ പാസ് എന്ന് വെച്ചാൽ അരികിൽ നിന്ന മുസാഫിർ യാത്രക്കാരോടെ പതിയെ പറഞ്ഞു, സെരാ ടഹരിയെ ഭായി സാഹബേ, ഒന്ന് നിൽക്കൻ്റെ ഭായി സാഹബേ, ദേക്കിയെ നോക്കിയേ, ബേച്ചാര ബാബു കിത്തന ഫംസ് രഹാഹെ, ആ പാവപ്പെട്ട ടിക്കറ്റ് ബാബു എത്രത്തോളം അകപ്പെട്ടിരിക്കുന്നു എന്ന്. ഇസ് ലഡായിനെ റെയിൽവേ കർമ്മചാരിയും പർ തോ ബേഹദ് കാം കാ ബോച്ച് ഡാൽ ദിയാഹെ, ബോച്ച് ഭാരം, ഈ ലഡായി യുദ്ധ കാരണം റെയിൽവേ കർമ്മചാരി റെയിൽവേ ഉദ്യോഗസ്ഥന്മാരിലെ ബേഹദ് അധികമായ ജോലിഭാരം ഇട്ടുകൊടുത്തിരിക്കുകയാണ്. ജിസ്മേൻ ചോട്ടെ ചോട്ടെ ക്ലർക്ക് കാത്തോ മരൺ ഹേ, ഇതിൽ ചെറിയ ചെറിയ ക്ലർക്കന്മാരുടെ മരണമാണ്, അതായത് അവർക്ക് അത്രത്തോളം ജോലിഭാരമാണെന്നാണ് ലേഖകൻ പറഞ്ഞത്. ഉസേ ഗരീബെ ടിക്കറ്റ് ബാബു പർ ഇൻ ശബ്ദം കാ അജീബെ അസർ പട, ആ പാവപ്പെട്ട ടിക്കറ്റ് ബാബുവിനെ എൻ്റെ ഈ വാക്കുകൾ, ഈ ശബ്ദങ്ങൾ അജീബെ വിചിത്രമായ സ്വാധീനം ഉളവാക്കി. അസർ എന്ന് വെച്ചാൽ സ്വാധീനം. കുച്ച് പൂച്ചിയെ മത് ബാബു സാഹബെ, ഇങ്ങനെ ചോദിക്കരുതോ. ഉസ്നെ സിർ പർ സെ ടോപ്പി ഉദാർത്തെ ഹുയെ കഹ, അയാൾ സിർ തലയിലിരുന്ന ടോപ്പി എന്ന് വെച്ചാൽ തൊപ്പി ഊരിക്കൊണ്ട് പറഞ്ഞു. ഐസി പിസായി ഹോ രഹി ഹായ്ക്കുകയും ഹിസാബ് നഹി, ഇങ്ങനെ മനസ്സിൽ വേദനിക്കുന്ന എത്രയോ കണക്കുകൾ എന്ന് വെച്ചാൽ എത്രയോ കാര്യങ്ങളാണ് നടക്കുന്നത്. कि कंपनी से स्टाफ बढ़ाने के लिए कहा तो न മെയിം ജവാബ് ആയ, കമ്പനിയിലെ സ്റ്റാഫിൻ്റെ എണ്ണം കൂട്ടണമെന്ന് പറഞ്ഞാൽ അതിന് ഇന്ന ജവാബ് നഹി എന്ന ജവാബ് ഇല്ല എന്ന മറുപടിയാണ് വരുന്നത്. മഹങ്കായി ബദ്ദാക്കിലിയെ ദർക്കാവസ്ഥ ദി തോ കഹത്തെ ഹേ വിചാർ കരേങ്കെ, മഹങ്കായി ബദ്ദ എന്ന് വെച്ചാൽ ക്ഷാമബദ്ദ കൂട്ടാൻ വേണ്ടി അപേക്ഷ നൽകിയാൽ വിചാരിക്കാം, സൂചന ചിന്തിക്കാം എന്നാണ്, പിന്നെ വിചാരിക്കാം എന്നാണ് പറയുന്നത്. ബഡി മുസീബത്ത് ഹേ, വലിയ പ്രയാസമാണ്. കയർ ആപ്കോ കഹാം ജാന ഹേ ബാബു സാഹബേ, താങ്കൾക്ക് എവിടേക്കാണ് ബാബു സാഹബ് പോകേണ്ടത്. മുച്ചേ ഉസ്നെ ഫൈറാൻ ടിക്കറ്റ് ദേ ദിയ, ഫൈറൻ എന്ന് വെച്ചാൽ വേഗം, മുച്ചേ ഉസ്നെ ഫൗറൻ എന്ന് വെച്ചാൽ വേഗത്തിലെ ടിക്കറ്റ് അദ്ദേഹം എനിക്ക് നൽകി. എന്നിട്ട് അവരെ ഒസിഹി ഹല്ലെ, ഹല്ല എന്ന് വെച്ചാൽ ബഹളത്തിലെ, മേം പൂച്ച ആപ് യഹാം രഹത്തെ ഹായും, ആ ബഹളത്തിലും അദ്ദേഹം എന്നോട് ചോദിച്ചു. നോക്കിയേ എന്താ ചോദിച്ചാൽ, നോക്കിയേ താങ്കൾ ഇവിടെ തന്നെയാണോ താമസിക്കുന്നത് അല്ലേ. ഹർസെ മേനെ കഹാ ഹാം, ഞാൻ ഇവിടെ തന്നെയാണ് താമസിക്കുന്നത് എന്ന് അദ്ദേഹം അറിയിച്ചു. കണ്ടോ, നോക്കിയേ ആപ്കോ കഹാം ജാനാ ഹേ എന്ന് വെച്ചാൽ താങ്കൾ എവിടെയാണ് പോകുന്നതെന്ന് ചോദിച്ചു. ആ ബഹളത്തിലാണ് ഈ കാര്യങ്ങളൊക്കെ അദ്ദേഹം ചോദിക്കുന്നത്. ആപ് യഹാ രഹത്തെ ഹോ, താങ്കൾ ഇവിടെയാണ് താമസിക്കുന്നത് എന്നും അദ്ദേഹം ചോദിച്ചു. ഞാൻ എന്ന് വെച്ചാൽ ലേഖകൻ പറഞ്ഞു, ഹാം അതെ, ഞാൻ ഇവിടെ തന്നെയാണ് താമസിക്കുന്നത്. ലൗട്ട് കർ സെരൂർ ദർശൻ ദീജിയെ, ലൗട്ട് നാം മടങ്ങി വരുമ്പോൾ തീർച്ചയായിട്ടും സെരൂറായി ദർശൻ ദീജിയെ കാണണം. ഉസ്നെ ബഹീം സെ നമസ്കാർ കർത്തെ ഹുയെ കഹാ, ആർ ഉത്സാഹ് സെ ഖടാ കട്ട് ടിക്കറ്റ് കാട്ട് കർ ഫീഡ് ഛാണ്ടിനെ ശുരു കർ ദിയ, അയാൾ അവിടെ നിന്നും എനിക്ക് എന്ത് ചെയ്യും, നമസ്കാർ പറഞ്ഞുകൊണ്ട് ഉത്സാഹത്തോടെ ഖടാക്കട്ട് എന്ന് വെച്ചാൽ പെട്ടെന്ന് വേഗത്തിലെ ടിക്കറ്റ് മുറിച്ച് ആൾക്കാർക്ക് കൊടുക്കാൻ വേണ്ടി, അല്ലെ ആൾക്കാരെ പിരിച്ചുവിടാൻ വേണ്ടി തുടങ്ങി. അതായത് ഓരോ ആൾക്കാർക്കും അത് നിന്ന ആൾക്കാർക്ക് എല്ലാവർക്കും ടിക്കറ്റ് വേഗം കൊടുക്കാൻ തുടങ്ങുകയും ചെയ്തു. അന്നൊക്കെ ചോട്ടി സി ഘടന ഹേ, ഇതൊരു ചെറിയ സംഭവമാണ്. ലേക്കിൻ എന്നാൽ ഏക്ക് സബക്ക് സിഖാത്തി ഹേ, സബക്ക് പാഠം, പക്ഷേ ഇതൊരു പാഠമാണ് നമ്മെ പഠിപ്പിക്കുന്നത്. എന്താ നോക്കി, ബാത്ത് തോ സച്ചി ഥിക്ക് ടിക്കറ്റ് ബാബു കാക്കാം ബഹത്ത് ബഡ് ഗയാദ, ബാത്ത് എന്ന് വെച്ചാൽ കാര്യം ഇവിടെ സത്യമാണ്, കാരണം ടിക്കറ്റ് ബാബുവിൻ്റെ ജോലി വളരെ കൂടുതലാണ്. യുദ്ധക്കെ കാരണം സഫി മഹാകമോ കാ യഹി ഹാലെ ഹാൽ ഹേ, യുദ്ധ കാരണം എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ്, മഹാകം എന്ന് വെച്ചാൽ ഡിപ്പാർട്ട്മെൻറ്റാണ്, അവിടെയുള്ള എല്ലാവരുടെയും ഹാൽ അവസ്ഥ ഇത് തന്നെയാണ്. നക്കെ ജിന്നോനെ താനെ കസെ ഉൻകെ ഖിലാഫ് ഉസ്കാ ദിൽ ഖട ഹോ ഗയ, ജിന്നോനെ അവർക്ക് ആരാണോ അവരെ പരിഹാസം എന്ന് വെച്ചാൽ അവരെ പരിഹാസ വിഷയമാകുമ്പോൾ ആ നിൽക്കുന്ന ആൾക്കാർക്ക് എന്തുണ്ടാകും, അവരുടെ മനസ്സ് കഠിനമായി തീരുകയും ചെയ്യും അല്ലേ. അവരെ പരിഹസിക്കുമ്പോൾ അവരുടെ മനസ്സ് തീർച്ചയായും കഠിനമായി തീരുകയും ചെയ്യും. മേനെ സഹാനുഭൂതി ദർശായിത്തോ ഉസ്കാ ഹൃദയ മോംസ ഹോഗയ, ഞാൻ അനുകമ്പയോടെ വീക്ഷിച്ചപ്പോൾ പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ഹൃദയം മോമ പോലെ മെഴുകുപോലെ ഉരുകി. और उसने केवल मुझसे नहीं बल्कि दूसरों को भी ജൽദി ടിക്കറ്റ് ദേനാ ശുരു കിയ, അയാൾ എനിക്ക് മാത്രമല്ല മറ്റുള്ള ആൾക്കാർക്കും വേഗത്തിൽ ടിക്കറ്റ് കൊടുക്കാൻ ആരംഭിക്കുകയും ചെയ്തു. സഹാനുഭൂതിക്ക് ഉൻ തോടെ സെ ശബ്ദോं ने उसे नई താക്കത്ത് ശക്തി, അനുകമ്പയുള്ള ഒരു ചെറിയ ശബ്ദം കേട്ടപ്പോഴേക്കും അയാളിൽ പുതിയ ശക്തി ഉണ്ടാവുകയും ചെയ്തു.
ഓക്കെ. മേരെ ശബ്ദ മഹജെ ഉസെ കുശ് കർണെ കെ ലിയെ നഹീം കഹെ ഗയെ ഥേ. എൻ്റെ ആ വാക്കുകൾ കേവലം അയാൾക്ക് സന്തോഷം ഉണ്ടാക്കാൻ വേണ്ടി മാത്രമല്ലായിരുന്നു. സച്ചെ ഹൃദയ സെ നികലെ ദേ അവരെ ബഹു ബാബു ഫി ഉസെ സമച്ച് സച്ചായിക്കോ സമച്ച് ഗയ. അതായത് എൻ്റെ ഹൃദയത്തിൽ നിന്ന് വന്ന സത്യസന്ധമായ വാക്കുകളായിരുന്നു അതേ എന്ന് ആ ടിക്കറ്റ് ബാബുവിനും അതിൻ്റെ സത്യസന്ധത മനസ്സിലാക്കാൻ കഴിയുകയും ചെയ്തു. ഉസ് പർ ഉൻകാ തുരന്ത് അസർ ഹുവാ ഹോ സക്താ ഹെ. അതുകൊണ്ടായിരിക്കാം അത് തുരന്തെന്ന് വെച്ചാൽ വേഗം പെട്ടെന്ന് അയാളിൽ ഒരു സ്വാധീനം ചെലുത്തുവാൻ ആ വാക്കുകൾ കഴിഞ്ഞത്. ഉസ്കെ മൻ കോ ഉൻ ശബ്ദം സേ കുച്ച് സ്വാന്തന മിലി ഹോ. ആ വാക്കുകളെ അദ്ദേഹത്തിൻ്റെ ശബ്ദം എന്ന് വെച്ചാൽ വാക്കുകൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ കുറച്ച് സ്വാതന്ത്ര്യം കിട്ടി. ആറുമുച്ചയ്ക്ക് ആ കീമത്ത് ദേനിപ്പടികെ എനിക്ക് എന്തെങ്കിലും വില കൊടുക്കേണ്ടതായി വന്നു. കുച്ചിനൈ ഒന്നും ഇല്ല, എനിക്കതിന് വില കൊടുക്കേണ്ടതായിട്ടൊന്നും വന്നില്ല എന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെട്ടത്. ഒരു ചെറിയ വാക്ക് മാത്രമാണ് പറഞ്ഞത്. അത് അനുകമ്പയോടുകൂടി നമ്മൾ മറ്റുള്ള ആൾക്കാരോട് സംസാരിക്കുകയും പെരുമാറുകയും ചെയ്യണം. ഓക്കെ. അടുത്തത് അതാണ് ഒരു സ്റ്റോറി. നെക്സ്റ്റ് അടുത്തതാണ് ഏക് ബാർ മേം ബാങ്ക് മേം അപ്പനാ ഹിസാബെ കോർനെ കെ ലിയെ ഗയ. ഒരു ഏക് ബാർ എന്ന് വെച്ചാൽ ഒരു പ്രാവശ്യം ഞാൻ ബാങ്കിലെ അക്കൗണ്ട് തുറക്കാൻ വേണ്ടി പോയി. ക്ലർക്ക് മുझसे സവാൽ പൂച്ചതാ ജാത്താ ഥാ. ക്ലർക്ക് എന്നോട് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേ ഇരുന്നു. അതെ പാസ്ബുക്ക് മേം ദർജ കർത്ത ജാത്താ ഥാ. പാസ്ബുക്കിലെ ദർജ കർത്ത ചേർത്തുകൊണ്ടിരുന്നു. എന്നോട് ഓരോന്ന് ചോദിക്കുന്നു, അതെല്ലാം അദ്ദേഹം ആ പാസ്ബുക്കിലേക്ക് എഴുതിക്കൊണ്ടിരുന്നു അല്ലേ. മേംനെ ദേഖ, ഞാൻ കണ്ടു. ഉസ്കെ അദ്ദേഹത്തിൻ്റെ അക്ഷർ ദർ അസൽ ബഹത്ത് അച്ചിഹെ. അദ്ദേഹത്തിൻ്റെ ഹാൻഡ് റൈറ്റിംഗ് വളരെയധികം മനോഹരം തന്നെയായിരുന്നു വാസ്തവത്തിൽ. മേനെ ഫൗറൻ കഹ, ഞാൻ വേഗത്തിൽ പറഞ്ഞു. സെരാ പാസ്ബുക്ക് ദിഖായിയെ, ലേശ പാസ്ബുക്ക് ഒന്ന് കാണിക്കുക, പാസ്ബുക്ക് എന്നെ ഒന്ന് കാണിക്കുമോ എന്ന് ചോദിച്ചു. തോ ആപ്കി ലിപി ബഹത്ത് സുന്ദർ ദിഖാത്തി ഹെ. താങ്കളുടെ ലിപി വളരെയധികം സുന്ദരമായി കാണപ്പെട്ടു, അതായത് എഴുത്ത്. और उसे नज़दीक से देखकर मैंने कुछ मन ही मन और जोर से कहा ब्यूटीफुल. അദ്ദേഹം എൻ്റെ നസ്തിക്കുന്ന സമീപത്തേക്ക് കാണിച്ചപ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ നിന്നും ഉറക്കെ പറഞ്ഞു, എന്താണൊക്കെ ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞു. ഉസേ ക്ലർക്ക് കാ ചെഹര പ്രസന്നത സൈക്കിൾ ഉടാ. ആ ക്ലർക്കിൻ്റെ മുഖം ആ വാക്കുകൾ കേട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖം സന്തോഷം കൊണ്ട് കിൽന വിടർന്നു. बैंक के रुके आंकड़ों से मादा पंची करते करते उसका तमाम दिन बीतता है. തമാം എന്ന് വെച്ചാൽ മൊത്തം. ആ ക്ലർക്കിനെ വിരസമായ അല്ലേ ആങ്കട കണക്കുകൾ കൊണ്ട് തല പുകച്ചാണ് ഓരോ ദിവസവും കഴിച്ചു കൂട്ടുകയും അല്ലെ തള്ളി നിൽക്കുകയും ചെയ്യുന്നത്. അതിൻ്റെ ഇടയിലാണ് ഇങ്ങനെയൊരു വാക്ക് അദ്ദേഹത്തിന് കിട്ടിയത്. ഓക്കെ. കാം കെ ഉൻ നീരസെ കണ്ടോമേം ഉസേ ആനന്ദ് കാ അനുഭവം നഹീ ഹുവാദ. ജോലിയുടെ ബുദ്ധിമുട്ടുകളുടെ ഇടയിലെ ഇങ്ങനെയുള്ള ആനന്ദത്തിൻ്റെ അനുഭവം അയാൾക്ക് ഉണ്ടായിട്ടില്ല. കുച്ച് അഭിമാൻ സെ ആർ കുച്ച് വിനയ് സെ വഹ് ധീരെ സെ ബോല. അതുകൊണ്ട് കുറച്ച് അഭിമാനത്തോടും വിനയത്തോടും അദ്ദേഹം പതിയെ പറഞ്ഞു, ജി ഹാം, അതെ എന്ന്. മാനേജർ സാഹബ് ने भी इसे ബാരെ മേ മേരി താരിഫ് കി ഹെ. താരിഫ് പ്രശംസ. താങ്കളുടെ ഹാൻഡ് റൈറ്റിംഗ് വളരെ ബ്യൂട്ടിഫുൾ ആണെന്ന് പറഞ്ഞതിൻ്റെ ആൻസറാണ് പറഞ്ഞത് അതെ എന്ന്. കാരണം മാനേജർ സാഹബും ഈ കാര്യത്തിൽ എന്നെ താരിഫ് കിയ പ്രശംസിക്കുകയും ചെയ്തിട്ടുണ്ട്. ഹൈസ്കൂൾ മേ മുझे ഹസ്തലിപി കെ ലിയെ പഹല പാരിതോഷികെ ഫി മിലാദ. ഹൈസ്കൂളിലെ ഹസ്തലിപിക്ക് ഹാൻഡ് റൈറ്റിങ്ങിന് അല്ലേ എനിക്ക് 1ാം സമ്മാനം കിട്ടുകയും ചെയ്തു. അങ്ങനെ പറഞ്ഞു. കോയി ആശ്ചര്യക്ക് ബാത്ത് നഹി മേനെ കഹ. അതിൽ അതിശയിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ എന്ന് ഞാനും പറഞ്ഞു. ഉസ്കാ വഹ ആനന്ദ് സേ കില ഹുവാ ചേഹര. അദ്ദേഹത്തിൻ്റെ സന്തോഷം നിറഞ്ഞ ആ ചേഹര മുഖം അബഭി ഇപ്പോഴും മേരി ആങ്കോങ്കി സാമനെ ഹെ, എൻ്റെ കണ്ണുകൾക്ക് മുന്നിൽ തന്നെ ഉണ്ട്. हो सकता है कि उस दिन शाम को उसने अपने दोस्तों में इसी छोटी सी घटना का जिक्र किया हो. जिक्र എന്ന് വെച്ചാൽ പരാമർശം അല്ലെ സൂചന. ഹോ സക്താ ഹെ, സാധിക്കുമെങ്കിൽ ഉസ് ദിൻ, ആ ദിനം തന്നെ ഷാംകോ വൈകുന്നേരം അദ്ദേഹം അയാളുടെ ദോസ്തികളോടെ ഈ ഒരു ചെറിയ ഘടനാ സംഭവത്തെക്കുറിച്ച് സൂചിപ്പിക്കുകയും ചെയ്യുമായിരിക്കും. യാ അല്ലെങ്കിൽ അപ്പനെ പത്നി സെ എഹ് ബാത്ത് അഭിമാൻ കെ സാത്ത് കഹി ഹോ, അല്ലെങ്കിൽ അയാളുടെ ഭാര്യയോടെ ഈ ഒരു കാര്യം അഭിമാനത്തോട് പറയുകയും ചെയ്യും. ഉസ്മേ ഏക ഗുണത, അത് അദ്ദേഹത്തിൻ്റെ ഒരു ഗുണം ആയിരുന്നു. അതായത് ഉസ്കി സച്ചേ മനസ്സേ ദാദാ ദി ഗയി ഇസ്ലിയെ വക്ക് കുശ് ഹോ ഗയ. യഥാർത്ഥമായ മനസ്സോടെയാണ് പറഞ്ഞത്, അതുകൊണ്ട് അദ്ദേഹത്തിന് സന്തോഷം ഉണ്ടായി. ഷായദേ ദൂസരെ ക്ലർക്ക് ഉസ്കെ ഇസേ ഗുണക്കെ കാരണേ ഉസ്സെ ജലത്തെ ഹെ. ജലം എന്ന് വെച്ചാൽ അസൂയ. ഷായദേ ഒരുപക്ഷെ മറ്റുള്ള ക്ലർക്കന്മാർക്ക് അദ്ദേഹത്തിൻ്റെ ഈ ഗുണത്തിൽ അയാളുടെ അസൂയ ആയിരിക്കാം. അവർ ഉന്നനെ കഫി പ്രശംസ ക ഏക് ശബ്ദ ഫി നഹ കഹ ഹോ. അതുകൊണ്ട് ഒരിക്കലും കഫി എന്ന് വെച്ചാൽ ഒരിക്കലും പ്രശംസയുടെ ഒരു വാക്ക്
വാക്ക് പോലും അവരിൽ നിന്ന് കേൾക്കുകയും ചെയ്തിട്ടില്ലായിരിക്കും. ലേക്കിൻ അല്ലെ പറയുകയും ചെയ്തിട്ടില്ലായിരിക്കും. ലേക്കിൻ എന്നാൽ ആജിത്തോ ഉസ്കെ ഗുൺ കി കദ്ര് കി ഗൈ, എന്നാൽ ഇന്ന് തൻ്റെ സവിശേഷതയുടെ ആദരവ് കിട്ടുകയും ചെയ്തു. ഇന്ന് അയാളുടെ ആ സവിശേഷമായ ഗുണമാണ് ഹാൻഡ് റൈറ്റിംഗ്. അതിന് അയാൾക്ക് ആദരവ് ലഭ്യമാവുകയും ചെയ്തു. മുझे भी बड़ी प्रसन्नता हुई कि എനിക്കും വളരെയധികം സന്തോഷമുണ്ടായി. मैं उन थोड़े से ശബ്ദം ദ്വാര ഉസേ ക്ലർക്ക് കെ ജീവൻ മേ, ഞാൻ ഒരു ചെറിയ വാക്കുകൾ കൊണ്ട്, അതായത് എൻ്റെ ഒരു ചെറിയ വാക്കുകൾ കൊണ്ട് ആ ക്ലർക്കിൻ്റെ ജീവിതത്തിൽ കിഞ്ചിത് മാത്രഫി ക്യാം ന ഹോ സുഗുത്തോ പഹുഞ്ച് സക. കിഞ്ചിത് മാത്രം എന്ന് വെച്ചാൽ കേവലം, നമുക്ക് ചെറിയ ഒരളവിൽ, കേവലം ചെറിയൊരളവിൽ മാത്രമായിട്ടെങ്കിലും ആ മനുഷ്യനെ അയാളുടെ ജീവിതത്തിൽ സന്തോഷം കൊടുക്കാൻ എനിക്ക് സാധിക്കുകയും ചെയ്തു. എനിക്ക് സന്തോഷമുണ്ടായി, കാരണം ചെറുതായിട്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ സന്തോഷം കൊടുക്കാൻ എൻ്റെ വാക്കുകൾക്ക് കഴിഞ്ഞു. അതിലെനിക്കും സന്തോഷമുണ്ട് എന്ന് ലേഖകൻ അറിയിച്ചു. അങ്ങനെ നമ്മുടെ പാഠം കഴിഞ്ഞു. ലെങ്തി പാഠമായിരുന്നു. 5 സ്റ്റോറികളാണ്. കോൺവെർസേഷൻ ചോദിക്കാവുന്ന ഏറ്റവും നല്ല പാഠമാണ്. ഡയറിയും കൊള്ളാം. പിന്നെ ടേബിള്, അതിനോടൊപ്പം തന്നെ 2 മാർക്കിന് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻ ഇതിനകത്തുണ്ട്. 7 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിലേതെങ്കിലും ഒരെണ്ണം തന്നെ ആയിരിക്കും ആനുവൽ എക്സാമിൻ്റെ 2 മാർക്ക് ക്വസ്റ്റ്യൻ കേട്ടോ. അതൊക്കെ നമുക്ക് അടുത്ത ദിവസങ്ങളിൽ തരാം. 2 കോൺവെർസേഷൻ തന്നിട്ടുണ്ട്. ബാക്കി അടുത്ത ക്ലാസ്സുകളിൽ തരും. ഇന്നത്തെ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ഒന്ന് ഷെയർ ചെയ്യുക, ഒന്ന് ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ.